നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്ര പുസ്തകത്തിലെ ബയോളജി പാഠഭാഗത്തിലെ 4ാമത്തെ ചാപ്റ്ററായ ചലനത്തിന് പിന്നിൽ ആണ്. ഹരിതാപമായ ഈ ഭൂമി എത്ര മനോഹരമാണ്. സസ്യങ്ങളും ജന്തുക്കളും നേരിട്ട് കാണാനാകാത്ത എത്രയോ സൂക്ഷ്മജീവികളും ചേർന്നാണ് ഈ ഭൂമിയെ ഇത്രയും വർണ്ണാഭമാക്കുന്നത്, അല്ലേ? ആഹാര സമ്പാദനത്തിന് മറ്റുമായി ഇവ ഈ ലോകത്തെ ചലനാത്മകമാക്കുന്നു. അപ്പോൾ എന്തൊക്കെ ചലനങ്ങളാണ് നമുക്ക് ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഈ ചിത്രത്തിൽ എന്തൊക്കെ ചലനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? മുയൽ ഓടുന്നു, അല്ലെ? പാമ്പിഴഞ്ഞു വരുന്നുണ്ട്. ഒരു മരം കുത്തി ആഹാരം സമ്പാദിക്കാനായിട്ട് പുഴുക്കളെ കുത്തി തിന്നുന്നു, അല്ലെ? മരത്തിൽ വന്നിട്ട് ഒരണ്ണാനെ ചില്ലകളിൽ നിന്ന് ചില്ലകളിലേക്ക് ചാടുന്നു, ഇലകളും കായ്കളും ഒക്കെ ഭക്ഷിക്കാന്. പിന്നെന്താണ്? മരത്തിന്റെ ഇലകൾ വീഴുന്നു, അതും ഒരു ചലനം തന്നെയാണ്. മറ്റ് ചെറു പ്രാണികളുണ്ട്. പിന്നെ ശലഭങ്ങൾ, അല്ലെ? തേൻ നുകരാൻ വേണ്ടി വന്ന ശലഭങ്ങൾ. അപ്പോൾ ഇതെല്ലാം തന്നെ ചലനങ്ങളാണ്. അപ്പോൾ ഇത്തരം ചലനങ്ങൾക്ക് ഊർജം ആവശ്യമാണ്. ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജത്തിന്റെ ഏറിയ പങ്കും ജന്തുക്കൾ ചലനത്തിനായാണ് വിനിയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സസ്യങ്ങളെ അപേക്ഷിച്ച് ജന്തുക്കൾക്ക് ഊർജത്തിന്റെ ആവശ്യം കൂടുതലാണ്. അപ്പോൾ വിവിധ തരം ജീവികളിലുള്ള ചലനങ്ങൾ ഇവിടെ നമുക്കൊരു ചിത്രമായി നൽകിയിട്ടുണ്ട്. ആദ്യമേ അമീബയിൽ ആഹാര സമ്പാദനം എങ്ങനെയാണെന്ന് കൊടുത്തിരിക്കുകയാണ്. അമീബയിൽ എങ്ങനെയാണ്? അമീബയുടെ പ്രത്യേകത എന്താണ്? ഏകകോശ ജീവിയാണ്, അല്ലെ? അപ്പോൾ ഇതിൽ ഈ കോശസ്തരം ആഹാരത്തിനെ പൊതിഞ്ഞെടുത്ത് കപടപാതകങ്ങൾ ഉപയോഗിച്ച് പൊതിഞ്ഞെടുക്കും. എന്നിട്ട് ഉള്ളിലേക്കാക്കി ആ ആഹാരത്തിനെ ദഹിപ്പിച്ച് അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ്, പോഷകങ്ങൾ സ്വാംശീകരിച്ച് അതിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും പിന്നീട് ഉപയോഗിക്കാത്ത ഭാഗം, വേസ്റ്റ്, ഈ കോശസ്തരം തന്നെ ഒരു ഭാഗം തുറന്ന് അത് കളയുകയുമാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് നൽകിയിരിക്കുന്നത്? നമ്മുടെ ശ്വസനമാണ്, അല്ലെ? നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ഡയഫ്രം താഴുകയും നമ്മൾ ഉച്ഛ്വസിക്കുമ്പോൾ, എക്സേൽ ചെയ്യുമ്പോൾ നമ്മുടെ ഡയഫ്രം ഉയരുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ്? ഒരു ചെടി സൂര്യപ്രകാശത്തിന്റെ നേർക്ക് വളർന്ന് പോവുകയാണ്. അതും ഒരു മൂവ്മെന്റ് ആണ്, അല്ലെ? ഫോട്ടോട്രോപ്പിസം എന്ന് പറയും. പിന്നെ എന്താണ്? ഒരു മാനിനെ കടുവ വേട്ടയാടി പിടിക്കുകയാണ് ആഹാരത്തിനായിട്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് പ്രകൃതിയിൽ കാണാൻ കഴിയുന്ന ചലനങ്ങളാണ്. അപ്പോൾ ജീവികളിൽ വിവിധ ആവശ്യം നിറവേറ്റുന്നതിനായി വൈവിധ്യമാർന്ന ചലന രീതികളുണ്ട്. നഗ്നനേത്രങ്ങൾ കൊണ്ട് ദൃശ്യമാവുന്നതും അല്ലാത്തതുമായ നിരവധി ചലനങ്ങളും അതിന് അനുകൂലമായ വ്യത്യസ്ത ചലനോപാധികളും ജീവലോകത്ത് കാണപ്പെടുന്നു. അപ്പോൾ ജീവലോകത്തെ ചലനങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. സൂക്ഷ്മജീവികളിൽ ബാക്ടീരിയയിൽ ഫ്ലജല്ലം, അമീബയിൽ കപടപാദം, പാരമീസിയത്തിൽ സീലിയ എന്നിവ ഉപയോഗിച്ചുള്ള ചലനങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ സൂക്ഷ്മജീവികളിലെ വൈവിധ്യമാർന്ന ചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അതേസമയം ജന്തുക്കളിൽ ചലനം എന്നത് ശരീരഭാഗത്തിനോ ചുറ്റുപാടിനോ അപേക്ഷിച്ച് ശരീരത്തിനോ ഉണ്ടാകുന്ന സ്ഥാനമാറ്റമാണ്. പുംബീജങ്ങളുടെ ചലനം, പെരിസ്റ്റാൾസിസ്, ഹൃദയമിടിപ്പ്, രക്തപര്യടനം, നടത്തം, ഓട്ടം, ചാട്ടം എന്നിവ ഉദാഹരണങ്ങളാണ് ജന്തുക്കളിലെ ചലനങ്ങൾക്ക്. അതേസമയം സസ്യങ്ങളിലോ സഞ്ചരിക്കുന്നില്ലെങ്കിലും സസ്യങ്ങളിലും വളർച്ചയുടെ ഭാഗമായും അല്ലാതെയും വിവിധ തരത്തിലുള്ള ചലനങ്ങളുണ്ട്. വിത്തുമുളയ്ക്കൽ, ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് സസ്യഭാഗങ്ങൾക്കുണ്ടാകുന്ന മാറ്റം എന്നിവ സസ്യചലനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. പൊതുവായ ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓസ്മോസിസ്, ഡിഫ്യൂഷന്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നീ പ്രക്രിയകൾ വഴി പദാർത്ഥ കണികകളുടെ സഞ്ചാരം, വാതക സംവഹനം, പോഷക സംവഹനം, മാലിന്യങ്ങളുടെ പുറന്തള്ളൽ എന്നിവയെല്ലാം എല്ലാ ജീവികളിലും പൊതുവായി കാണുന്ന ചലനങ്ങളാണ്. പല ജീവികളിൽ പലതരം ചലനങ്ങൾ ഉണ്ട്, അല്ലെ? പല വൈവിധ്യമുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചില ജീവികളെ പരിചയപ്പെടാം. പാരമീസിയം, ഇത് സാധാരണ നമ്മുടെ കുളത്തിലെ ജലത്തിലൊക്കെ കാണുന്ന ഒരു സൂക്ഷ്മജീവിയാണ്. ഈ പാരമീസിയത്തില് എങ്ങനെയാണ് ചലനം നടക്കുന്നത്? ഇതിന്റെ ശരീരത്തിന് ചുറ്റും സീലിയ എന്നറിയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇത്
ചലിപ്പിച്ചാണ് ഇത് നീങ്ങുന്നത്. അതേസമയം യുഗ്ലീന എന്ന ജീവിയിലാണെങ്കിലോ അതിലൊരു വാല് പോലെ ഒരു ഭാഗമുണ്ട്, ഫ്ലജല്ല എന്ന് പറയും. അപ്പോൾ ഇത് ചുഴറ്റിയാണ് ഇത് സഞ്ചരിക്കുന്നത്. അതേപോലെ മത്സ്യത്തിൽ ചലനത്തിന് സഹായിക്കുന്നത് എന്തൊക്കെയാണ്? അതിൻ്റെ തുഴകൾ പോലെ പ്രവർത്തിക്കുന്ന അതിൻ്റെ വാലും, അല്ലേ, അതിൻ്റെ ഫിൻസ്, അല്ലേ, കൈകള്, പുറത്ത് ഡോർസൽ ഫിന്ന്, അപ്പം ചിറകുകളുണ്ട്. അതേപോലെ തവളയിലോ, തവളയ്ക്ക് വെബ്ഡ് ഫീറ്റ് ഉണ്ടല്ലേ, താറാവിന്റെ കണക്കെയുള്ള കാൽപാദങ്ങളുണ്ട് നീന്താൻ സഹായിക്കുന്നത്. അതുമാത്രമല്ല അവയ്ക്ക് കരയിൽ നല്ല ശക്തമായ കാലുകളുണ്ട്, അപ്പോൾ നല്ല ചാടി സഞ്ചരിക്കുകയും ചെയ്യും. പിന്നെ തിമിംഗലത്തിലാണെങ്കിലോ, തിമിംഗലത്തില് ഫ്ലിപ്പേഴ്സ് എന്ന് പറയും, അല്ലേ, നീന്താൻ സഹായിക്കും അവയെ. പക്ഷികളിൽ അവയുടെ ചിറകുകൾ സഹായിക്കുന്നുണ്ട് പറക്കാൻ. അപ്പോൾ ഓരോ ജീവികളിലും അവരുടെ സാഹചര്യം അനുസരിച്ച് അവരെ എവിടെയാണോ വസിക്കുന്നത് അതനുസരിച്ച് അവരുടെ ആഹാര സമ്പാദനത്തിനും മറ്റുമായിട്ട് അവരുടെ ചലനം ആയിരിക്കും, ചലനോപാധികളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ശരീര ചലനങ്ങൾ നമുക്കൊന്ന് നോക്കാം. കോശദ്രവ്യ ചലനങ്ങൾ പദാർത്ഥങ്ങളെ കോശദ്രവ്യത്തിൽ ഉടനീളം വിതരണം ചെയ്യാൻ സഹായിക്കുന്നു. സ്യൂഡോപോഡിയൽ ചലനങ്ങൾ ശ്വേതരക്താണുക്കളിലെ കപടപാദങ്ങൾ സഞ്ചാരത്തിനും പ്രതിരോധത്തിനും ആണ് സഹായിക്കുന്നത്. അതേപോലെ ഫ്ലജല്ലാർ ചലനം. ഫ്ലജല്ലാർ ചലനം നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് കാണുന്നത്? സ്പേം സെല്ലുകളിൽ കാണാൻ സാധിക്കും കേട്ടോ. വാല് ചുഴറ്റി പോകുന്ന ആ ഒരു മൂവ്മെന്റ് ആണ് ഫ്ലജല്ലാർ ചലനം. പിന്നെന്താണ് സീലിയറി ചലനം? സീലിയറി മൂവ്മെന്റ് ഇത് എവിടെയൊക്കെ കാണാൻ സാധിക്കും? നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഈ സീലിയറി മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെന്താണ് പേശി ചലനം? പേശികളുടെ സങ്കോചവും പൂർവസ്ഥിതി പ്രാപിക്കലും വിവിധ ചലനങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. പേശികളുടെ പ്രവർത്തനമാണ് മനുഷ്യരിലെ വൈവിധ്യമാർന്ന ചലനങ്ങൾക്കും സഞ്ചാരത്തിനും കാരണമാകുന്നത്. പേശികളുടെ എന്ത് സവിശേഷതയാണ് ഈ ചലനത്തിന് സഹായിക്കുന്നത്? പേശികൾക്ക് വലിയാനും ചുരുങ്ങാനുമുള്ള കഴിവുണ്ടല്ലേ. അങ്ങനെയാണത് നമ്മളെ മൂവ്മെന്റിന് അല്ലെങ്കിൽ ചലനത്തിന് സഹായിക്കുന്നത്. അപ്പോൾ പേശികല നമുക്ക് നോക്കാം. ശരീര ചലനങ്ങൾക്ക് കാരണമാകുന്ന സവിശേഷ കലകളാണ് പേശികൾ. ശരീരത്തിൽ വിവിധ തരത്തിലുള്ള പേശികളുണ്ട്. ഇവ പേശി കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പേശി കോശങ്ങളിൽ മർമ്മവും മിക്ക കോശാംഗങ്ങളും കാണപ്പെടുന്നു. എന്നാൽ മറ്റു കോശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആക്റ്റിൻ, മയോസിൻ എന്നിങ്ങനെ അതിസൂക്ഷ്മമായ പ്രോട്ടീൻ തന്തുക്കൾ ഇവയിൽ കൂടുതലുണ്ട്. ഈ തന്തുക്കളുടെ പ്രവർത്തനം മൂലം പേശികൾ സങ്കോചിക്കുകയും പൂർവസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നു. ഇത് ശരീരഭാഗങ്ങളുടെ ചലനം സാധ്യമാക്കുന്നു. അപ്പോൾ ആക്റ്റിനും മയോസിനും നമ്മുടെ മസിൽ കോശങ്ങളിൽ, പേശി കലകളിൽ കാണപ്പെടുന്ന പ്രോട്ടീൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ പേശികൾ എവിടെയൊക്കെയാണ് കാണുന്നതെന്നനുസരിച്ച് അവയെ പിന്നെയും തരംതിരിക്കാൻ സാധിക്കും. അതേതൊക്കെയാണ്? അസ്ഥിപേശി അഥവാ സ്കെൽറ്റൽ പേശി നമ്മുടെ എല്ലുമായി ചേർന്ന് കാണപ്പെടുന്ന പേശികളാണ്. മൃദുല പേശി നമ്മുടെ അവയവങ്ങൾ ഒക്കെ രൂപപ്പെട്ടിരിക്കുന്ന പേശിയാണ് മൃദുല പേശി അഥവാ സ്മൂത്ത് മസിൽസ്. പിന്നെ എന്ത് പേശിയാണ്? ഹൃദയപേശി, കാർഡിയാക് മസിൽസ്. അപ്പോൾ അസ്ഥികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പേശികൾ ഏതാണ്? അസ്ഥിപേശികൾ അഥവാ സ്കെൽറ്റൽ മസിൽസ് ആണ്. പൊള്ളയായ ആന്തരാവയവങ്ങളിലെ പേശികൾ ആണ് മിനുസപേശികൾ. ഹൃദയഭിത്തിയിലെ പേശികളോ? അത് ഹൃദയപേശികൾ, കാർഡിയാക് മസിൽസ്. ഇനി കോശങ്ങളുടെ ആകൃതി. അസ്ഥിപേശികളുടെ ആകൃതി എന്താണ്? നീണ്ടതും അഗ്രം കൂർത്തതല്ലാത്ത കോശങ്ങളാണ്. നമുക്ക് ഇവിടെ ചിത്രത്തിൽ കാണാൻ കഴിയും അല്ലെ, നീണ്ടതും അഗ്രങ്ങൾ കൂർത്തിരിക്കുവല്ല. അതേസമയം മിനുസപേശികളിൽ നീണ്ടതും അഗ്രം കൂർത്തതുമായ കോശങ്ങളാണ് കാണുന്നത്. പിന്നെന്താണ്? ശാഖകളുള്ള കോശങ്ങളാണിത്. ഇവിടെ സ്കെൽറ്റൽ മസിലിൽ ഒറ്റയായിട്ട് പോവല്ലേ, നീളത്തിനങ്ങ് പോവുക. ഇവിടെ ശാഖകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കുറുവരകളുടെ സാന്നിധ്യം. കുറുവരകൾ കാണപ്പെടുന്നുണ്ട് അല്ലെ, കുറുവരകൾ കാണപ്പെടുന്നു. അതേസമയം മിനുസപേശികളിൽ കുറുവരകൾ കാണപ്പെടുന്നില്ല. ഈ കുറുവരകൾ കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ ആക്റ്റിനും മയോസിനും കൂടെ അതിൽ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഈ പ്രോട്ടീൻസ് ഉള്ളത് കൊണ്ടാണ്. സ്കെൽറ്റൽ മസിൽസിൽ
ബാൻഡ് പോലെ നമുക്ക് കാണാൻ സാധിക്കും, വരകൾ കാണാൻ സാധിക്കും. അത് സ്മൂത്ത് മസിലിൽ കാണാൻ സാധിക്കില്ല. പിന്നെ മറ്റൊരു സവിശേഷത എന്താണ് സ്കെൽറ്റൽ മസിലിന്റെ? ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും അല്ലേ? സ്കെൽറ്റൽ മസിൽസ്, നമ്മുടെ കൈകള് കാലുകളൊക്കെ നമ്മൾ ചലിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ ഉള്ളിലെ അവയവങ്ങളുടെ മസിലുകൾ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഹൃദയപേശികളും നിയന്ത്രിക്കാൻ സാധിക്കില്ല. ഹൃദയപേശികളിലും കുറുവരകൾ കാണപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്നതും നിയന്ത്രിക്കാൻ കഴിയാത്തതും എന്ന് നമുക്ക് പേശികൾ തരംതിരിക്കാം. അപ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് ഐച്ഛിക പേശികൾ, നിയന്ത്രിക്കാൻ കഴിയാത്തവ അനൈച്ഛിക പേശികളുമാണ്. കൈകളിലെ പേശികൾ, കാലുകളിലെ പേശികൾ, കഴുത്തിലെ പേശികൾ, നാവിലെ പേശികൾ തുടങ്ങിയവയൊക്കെ തന്നെ ഐച്ഛിക പേശികളിൽ ഉൾപ്പെടുന്നതാണ്, വോളണ്ടറി മസിൽസ് ആണ്. അനൈച്ഛിക പേശികൾ അഥവാ ഇൻവോളണ്ടറി മസിൽസിൽ എന്തൊക്കെ വരും? അന്നനാളത്തിലെ പേശികൾ, ആമാശയത്തിലെ പേശികൾ, മൂത്രസഞ്ചിയിലെ പേശികൾ, ഗർഭാശയത്തിലെ പേശികൾ, ഇതൊക്കെ തന്നെ അനൈച്ഛിക പേശികളിൽ ഉൾപ്പെടുന്നതാണ്. കൈകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യുന്നത് ഐച്ഛിക ചലനമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രവർത്തനം നടക്കുന്നത്? ഈ പ്രവർത്തനത്തിൽ മുഖ്യമായും 2 പേശികളാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ഈ പേശികളുടെ സങ്കോച വികാസങ്ങൾ കാരണമാണ് നമുക്ക് ചലനം സാധ്യമാകുന്നത്. നമ്മുടെ പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗം ടെൻഡൻസ് എന്ന് പറയുന്ന നാരുകളാണ്. ടെൻഡൻസ് സ്നായുക്കളാണ്. അപ്പോൾ കൈകളുടെ ചലനം ഇവിടെ നമ്മുടെ പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ഒരു ഭാഗമാണ് ടെൻഡൻസ്. ഇവിടെ കൈകൾ ചലനത്തിനായിട്ട് ഇവിടെ 2 പേശികളുടെ പ്രാധാന്യം വരുന്നുണ്ട്. ഏതൊക്കെയാണ്? മടക്കൽ പേശിയും നിവർത്തൽ പേശിയും, അഥവാ ഫ്ലെക്സർ മസിലും എക്സ്റ്റൻസർ മസിലും. അപ്പോൾ കൈകളുടെ ചലനത്തിൽ പ്രധാനമായും ഉൾപ്പെടുന്ന പേശികളാണ് മടക്കൽ പേശി അഥവാ ബൈസെപ്സ്. ഫ്ലെക്സർ മസിലാണ് ബൈസെപ്സ് കേട്ടോ. നിവർത്തൽ പേശി എക്സ്റ്റൻസർ മസിൽ അഥവാ ട്രൈസെപ്സ് എന്ന് പറയും. അപ്പോൾ പേശികളുടെ 2 അഗ്രങ്ങളെ 2 അസ്ഥികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? പേശികളുടെ 2 അഗ്രങ്ങളെ 2 അസ്ഥികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് ചലനത്തിന് അത്യാവശ്യമാണ്. ഒരു പേശി സങ്കോചിക്കുമ്പോൾ അത് ബന്ധിപ്പിച്ചിരിക്കുന്ന അസ്ഥികളിൽ ഒന്നിനെ വലിക്കുന്നു. ഇത് സന്ധിയിൽ ചലനം സാധ്യമാകുന്നു. ഉദാഹരണത്തിന് കൈ മടക്കുമ്പോൾ മടക്കൽ പേശി സങ്കോചിച്ച് കൈമുട്ട് സന്ധിയിൽ കൈയെ മുകളിലേക്ക് ഉയർത്തുന്നു. അതേസമയം നിവർത്തൽ പേശി അയയുന്നു. പരസ്പര വിരുദ്ധമായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. അതാണ് സുഗമമായ ചലനം ഉറപ്പാക്കുന്നത്. ഇത്തരത്തിലുള്ള പേശി പ്രവർത്തനമാണ് ശരീരത്തിലെ മിക്ക ചലനങ്ങളും സാധ്യമാക്കുന്നത്. കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ പേശികൾക്ക് തുടർച്ചയായി പ്രവർത്തിക്കേണ്ടി വരുന്നു. ഇതിന് ഏറെ ഊർജം ആവശ്യമാണ്. പേശി കോശങ്ങളിൽ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ കോശ ശ്വസനം നടന്ന് ATP രൂപപ്പെടുന്നു. ATP തന്മാത്രകളിൽ നിന്ന് ഊർജം സ്വീകരിച്ചാണ് പേശികൾ പ്രവർത്തിക്കുന്നത്. അസ്ഥിപേശികൾക്ക് തുടർച്ചയായി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ, അതായത് വ്യായാമവും ഓട്ടം നീന്തലൊക്കെ ചെയ്യുമ്പോൾ വേണ്ട അളവിൽ ഓക്സിജൻ ലഭ്യമായില്ലെങ്കിൽ പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ അവസ്ഥയ്ക്കാണ് പേശീക്ലമം അഥവാ മസിൽ ഫാറ്റീഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോൾ പേശികളിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്നതാണ് ഇതിന് പ്രധാനമായ കാരണം. ഇത് പേശികളുടെ പ്രവർത്തനക്ഷമത കുറയ്ക്കുകയും വേദനയ്ക്ക് കാരണമാവുകയും ചെയ്യും. പേശികളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണോ ഈ ചലനം സാധ്യമാവുന്നത്? അല്ലല്ലേ. പേശികൾ ആരുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ അസ്ഥികളുമായിട്ട്. അപ്പോൾ മനുഷ്യരിൽ പേശികളെ അസ്ഥികളുമായോ തരുണാസ്ഥികളുമായോ ബന്ധിപ്പിച്ചിട്ടുണ്ട്. പേശികളും അസ്ഥികളും ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വൈവിധ്യമാർന്ന ചലനങ്ങൾ സാധ്യമാവുന്നത്. മനുഷ്യാസ്ഥികൂടം നമുക്കിനി പരിചയപ്പെടാം. അക്ഷാസ്ഥികൂടം അഥവാ ആക്സിയൽ സ്കെൽറ്റൻ. ശരീരത്തിന്റെ കേന്ദ്ര അക്ഷത്തിൽ സെൻട്രൽ ആക്സിസ് കാണപ്പെടുന്ന അസ്ഥികളെയാണ് ഇത് ഉൾപ്പെടുന്നത്. അടുത്തത് അനുബന്ധാസ്ഥികൂടമാണ്, അപ്പൻഡിക്കുലാർ സ്കെൽറ്റൻ. കേന്ദ്ര അക്ഷത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന അസ്ഥികളെ ഉൾക്കൊള്ളുന്നു. നമ്മുടെ അക്ഷാസ്ഥികൂടത്തിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അക്ഷാസ്ഥികൂടം, അനുബന്ധാസ്ഥികൂടം
അക്ഷാസ്ഥികൂടത്തിൽ ഉൾപ്പെടുന്നതാണ് തലയോട്, മാറല്, വാരിയല്, നട്ടെല്ല് മുതലായവ. പിന്നെ എന്താണ്? അനുബന്ധാസ്ഥികൂടമാണ്. അതിൽ ഉൾപ്പെടുന്നതാണ് തോൾവലയം, ശ്രോണീ വലയം, കൈകൾ, കാലുകൾ തുടങ്ങിയവ. അപ്പോൾ തലയോട് 29 അസ്ഥികളാൽ നിർമ്മിതമാണ്. മാറല് അഥവാ സ്റ്റേണം നമ്മുടെ നെഞ്ചും കൂട് അല്ലേ, റിബ്സിന്റെ നടുവിലായിട്ട് വരുന്ന ആ ഒരു ഭാഗമാണ് മാറല്. അത് ഒരെണ്ണമേ ഉള്ളൂ. വാരിയല്ല് ആകട്ടെ 12 വീതം ഇരു സൈഡുകളിലുമായിട്ട്, അപ്പോൾ 24 എല്ലുകളാണ് ഉള്ളത്. നട്ടെല്ല് നമുക്ക് 26 എണ്ണമാണ് ഉള്ളത്. കേന്ദ്ര അക്ഷത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന അസ്ഥികളെ നമ്മൾ അനുബന്ധാസ്ഥികൂടം എന്ന് പറയുന്നത് അല്ലേ. മുഴുവൻ അത് 126 അസ്ഥികളാണ് മൊത്തമായിട്ടുള്ളത്. തോൾവലയം 4 അസ്ഥികളാണ്. ശ്രോണീ വലയം 2 അസ്ഥികൾ, കൈകൾ 60 അസ്ഥികൾ, കാലുകൾ 60 അസ്ഥികൾ. അങ്ങനെ അക്ഷാസ്ഥികൂടം മുഴുവൻ 80 അസ്ഥികൾ, അനുബന്ധാസ്ഥികൂടം മുഴുവൻ 126 അസ്ഥികൾ. അങ്ങനെ 80 അധികം 126 മുഴുവൻ 206 അസ്ഥികൾ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നു. പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ അസ്ഥികൂടത്തിൽ അസ്ഥികളുടെ സ്ഥാനം, ഓരോ ഭാഗത്തുമുള്ള അസ്ഥികളുടെ എണ്ണം എന്നിവയൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അസ്ഥിയുടെ ഘടന നോക്കാം. അസ്ഥികൾ ശരീരഭാരത്തിന്റെ 18% വരും. ശരീരത്തിന് ഘടനയും താങ്ങും സംരക്ഷണവും നൽകുന്നത് അസ്ഥികളാണ്. ഓരോ അസ്ഥിയെയും പൊതിഞ്ഞു കാണപ്പെടുന്ന ആവരണമാണ് പെരിഓസ്റ്റിയം. അസ്ഥികളിൽ രക്തക്കുഴലുകളും നാഡികളും ലിംഫ് വാഹികളും കാണപ്പെടുന്നു. കാൽസ്യം, ഫോസ്ഫേറ്റ്, കൊളാജൻ പ്രോട്ടീൻ, ലവണങ്ങൾ എന്നിവ അസ്ഥിക്ക് കാഠിന്യവും ബലവും നൽകുന്നു. അസ്ഥികളുടെ വളർച്ച, കേടുപാടുകൾ പരിഹരിക്കൽ, ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ ശക്തവും ദൃഢവുമാക്കൽ എന്നിവ നിർവഹിക്കുന്നത് അസ്ഥികളിലെ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളാണ്. അപ്പോ പേശികളെ അസ്ഥികളുമായും തരണാസ്ഥികളുമായും ബന്ധിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഈ അസ്ഥിയും തരണാസ്ഥിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അസ്ഥികൾ കാൽസ്യം ഡെപ്പോസിറ്റ് കൊണ്ട് വളരെ ഹാർഡായിട്ടുള്ള ഒരു ഭാഗമാണ്. പക്ഷെ തരുണാസ്ഥി, കാർട്ടിലേജ് എന്ന് പറയുമ്പോഴോ അസ്ഥികളെക്കാൾ വളരെ മൃദുവായതും വഴക്കമുള്ളതുമായ യോജകലയാണ് തരുണാസ്ഥി. കൈമുട്ട്, കാൽമുട്ട്, കണങ്കാല് എന്നിവയിലും വാരിയെല്ലുകളുടെ അഗ്രങ്ങളിലും നട്ടെല്ലിലെ കശേരുക്കളുടെ ഇടയിലും ചെവിക്കുടയിലും മൂക്കിന്റെ അഗ്രഭാഗത്തും ശ്വാസനാളത്തിലും ഇവ കാണപ്പെടുന്നു. അസ്ഥികളുടെ അഗ്രഭാഗങ്ങളിൽ കാണപ്പെടുന്ന തരുണാസ്ഥി അസ്ഥിസന്ധികളിലെ ഘർഷണം കുറയ്ക്കുന്നു. ഒരു സ്നേഹകമായിട്ട് പ്രവർത്തിക്കുന്നു മുട്ടിലൊക്കെ അല്ലെ. ഇവയിൽ രക്തക്കുഴലോ നാഡികളോ ഇല്ല. രക്തക്കുഴലുകളുടെ അഭാവം മൂലം തരുണാസ്ഥി ഇതര കലകളെക്കാൾ സാവധാനത്തിലാണ് വളരുന്നത്. അത് മാത്രമല്ല, ഈ തരുണാസ്ഥി നമ്മുടെ മുട്ടുകാലിലൊക്കെ തേയ്മാനം സംഭവിക്കുന്നത്, പെട്ടെന്ന് തേയ്മാനം സംഭവിക്കും. ഒരുപാട് നമ്മൾ എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാട് നമ്മൾ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ജോയിന്റുകളൊക്കെ തേയ്മാനം സംഭവിക്കും. എല്ലാ ജീവികളിലും മനുഷ്യനെ പോലെ അസ്ഥി നിർമ്മിത ചട്ടക്കൂട് ആന്തരാസ്ഥികൂടമല്ല. പല ജീവികളിലും വ്യത്യസ്തമാണ്. അപ്പോൾ നമ്മുടെ ഷഡ്പദങ്ങൾ അല്ലെ, ഷഡ്പദങ്ങളിലൊക്കെ എക്സോസ്കെൽറ്റൻ എന്ന് പറയും, ബാഹ്യാസ്ഥികൂടമാണ്. കൈറ്റിൻ എന്ന ഒരു പ്രോട്ടീൻ വെച്ചിട്ടാണ് അതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഹാർഡായിട്ടുള്ളൊരു വസ്തുവാണ്. അപ്പോൾ ഞണ്ടിനൊക്കെ എക്സോസ്കെൽറ്റൻ ആണുള്ളത് അല്ലെ. അപ്പോൾ ചട്ടക്കൂടിലെ വൈവിധ്യം. ഹൈഡ്രോസ്കെൽറ്റൻ, മണ്ണിരയുടെ ശരീരത്തിന് ഉള്ളിൽ ദ്രവം നിറഞ്ഞിരിക്കുന്ന അറകളുണ്ട്. ശരീരാകൃതി നിലനിർത്തുന്നതിനും സഞ്ചാരത്തിനും ജലമാണ് ഇവിടുത്തെ ഉപാധി. ഈ സംവിധാനം പൊതുവെ ഹൈഡ്രോസ്കെൽറ്റൻ എന്നറിയപ്പെടുന്നു. ഹൈഡ്ര, ഒച്ചുകൾ എന്നിവയിലും ഹൈഡ്രോസ്കെൽറ്റൻ ചലനത്തിന് സഹായിക്കുന്നു. ബാഹ്യാസ്ഥികൂടം എന്ന് പറയുമ്പോൾ എക്സോസ്കെൽറ്റൻ, ഞണ്ട്, കക്ക, ചിപ്പി എന്നീ ജന്തുക്കളിൽ കാണപ്പെടുന്ന കാൽസ്യം കാർബണേറ്റ് മുഖ്യ ഘടകമായുള്ള കാഠിന്യമുള്ള പുറംതോടും പുൽച്ചാടി, പാറ്റ എന്നിവയിലെ കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബാഹ്യ ആവരണവും ബാഹ്യാസ്ഥികൂടത്തിന് ഉദാഹരണമാണ്. ഇവ പേശികളെ ഉചിത സ്ഥാനങ്ങളിൽ ബന്ധിപ്പിച്ച് ചലനത്തിനും സഞ്ചാരത്തിനും ശരീര സംരക്ഷണത്തിനും സഹായിക്കുന്നു. ഇനി എൻഡോസ്കെൽറ്റൻ, ആന്തരാസ്ഥികൂടം. മനുഷ്യനുൾപ്പെടെ നട്ടെല്ലുള്ള ജീവികളിൽ തരുണാസ്ഥി, അസ്ഥി എന്നിവ കൊണ്ടുള്ള ചട്ടക്കൂടാണ്. ശരീരത്തിന് ആകൃതി നൽകുകയും അവയവങ്ങളെ സംരക്ഷിക്കുകയും ചലനത്തിനും സഞ്ചാരത്തിനും സഹായിക്കുകയും ചെയ്യുന്ന ഈ സംവിധാനം ആന്തരാസ്ഥികൂടം എന്ന് അറിയപ്പെടുന്നു. അസ്ഥി സന്ധികൾ, ജോയിന്റുകളാണ് ഇനി നമ്മൾ നോക്കുന്നത്. അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് സന്ധികൾ അഥവാ ജോയിന്റ് വഴിയാണ്.
ഇങ്ങനെ അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിലൂടെ ചലനം സുഗമമാകുന്നു. അസ്ഥിസന്ധിക്ക് ചില സവിശേഷതകളുണ്ട്. രണ്ട് അസ്ഥികളെയും ബന്ധിപ്പിച്ച് ലിഗമെന്റുകൾ കാണപ്പെടുന്നു. ഇതിന്റെ ഉള്ളിലായി കാണപ്പെടുന്ന ക്യാപ്സ്യൂൾ അസ്ഥികളുടെ സുഗമമായ ചലനത്തിന് സഹായിക്കുന്നു. ഓരോ അസ്ഥിയുടെയും അഗ്രഭാഗത്തെ പൊതിഞ്ഞ് തരുണാസ്ഥി കാണപ്പെടുന്നു. ഇത് അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറയ്ക്കുന്നു. സന്ധിയിലെ രണ്ട് അസ്ഥികൾക്കിടയിൽ കാണുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം. ഇതും അസ്ഥികൾ തമ്മിലുള്ള ഘർഷണത്തെ കുറയ്ക്കുന്നു. സൈനോവിയൽ ദ്രവത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് സൈനോവിയൽ സ്തരത്തിലെ സൈനോവിയൽ കോശങ്ങളാണ്. ശരീരത്തിലെ എല്ലാ അസ്ഥിസന്ധികളും ഒരുപോലെയാണോ? അല്ലല്ലേ. ഓരോ ഭാഗത്തെ ധർമ്മം അനുസരിച്ച് അസ്ഥിസന്ധികളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോ അവ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. വിവിധ ഇനം അസ്ഥിസന്ധികൾ. അപ്പൊ അവ ഏതൊക്കെയാണ്? ഗോളരസന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, വിജാഗിരി സന്ധി ഹിഞ്ച് ജോയിന്റ്, കീലസന്ധി പിവറ്റ് ജോയിന്റ്, തെന്നി നീങ്ങുന്ന സന്ധി ഗ്ലൈഡിംഗ് ജോയിന്റ്. അപ്പോ എന്തൊക്കെയാണ് ഇവയുടെ സവിശേഷത? വൃത്താകൃതിയിലുള്ള ഒരു അസ്ഥിയുടെ ബോൾ ആകൃതിയിലുള്ള ഉപരിതലം മറ്റൊരു അസ്ഥിയുടെ കപ്പ് പോലെയുള്ള കുഴിയിലേക്ക് യോജിക്കുന്നു. ഇത് കൂടുതൽ ചലന സ്വാതന്ത്ര്യം അനുവദിക്കുന്നു. ഇതാണ് നമ്മുടെ ഗോളരസന്ധി, ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി. എവിടെയൊക്കെയാണ് കാണുന്നത്? തോളെല്ലിലും ഇടുപ്പെല്ലിലും. ഒരു ബോള് ഒരു സോക്കറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. സർക്കുലാർ മൂവ്മെന്റിന് സഹായിക്കും അല്ലെ. അടുത്തതായി വിജാഗിരി സന്ധിയാണ്, ഹിഞ്ച് ജോയിന്റ്. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു, കൈമുട്ടും കാൽമുട്ടും. പിന്നെന്താണ്? കീലസന്ധി. വ്യത്യസ്ത ദിശകളിൽ ചലനം സാധ്യമാകുന്നു. ഒരു അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്ന തരത്തിലുള്ള ചലനമാണ്. അതായത് നമ്മുടെ കഴുത്തിൽ വരുന്നതാണ് അല്ലെ. നട്ടെല്ലും തലയോടുമായിട്ട് ചേരുന്ന ഭാഗമാണ്. അപ്പൊ അതാണ് കീലസന്ധി. പിന്നെന്താണ്? തെന്നി നീങ്ങുന്ന സന്ധി അഥവാ ഗ്ലൈഡിംഗ് ജോയിന്റ്. രണ്ട് ദിശകളിൽ മാത്രം ചലനം സാധ്യമാകുന്നു. കൈക്കുഴ, കാൽപാദവും കാലിന് ചേരുന്ന ഭാഗം കാൽക്കുഴ. അപ്പൊ ഇവിടെ നമുക്ക് ഈ സന്ധി കാണാൻ സാധിക്കും. അപ്പോ ശരീര വളർച്ചയും അസ്ഥികളുടെ വികാസവും, കുട്ടിക്കാലത്തിലെയും കൗമാരത്തിലെയും വളർച്ച അസ്ഥിവ്യവസ്ഥയുടെ വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അസ്ഥികളിൽ കാൽസ്യം എത്തിച്ചേരേണ്ടത് അസ്ഥികളുടെ കാഠിന്യവും ശക്തിയും ഉറപ്പുവരുത്താൻ അത്യാവശ്യമാണ്. കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളായ പാലും പാലുൽപ്പന്നങ്ങളും തൈര്, വെണ്ണ, മത്സ്യങ്ങളും ഇലക്കറികളും ഈ പ്രായത്തിൽ കൗമാരത്തിൽ ധാരാളം കഴിക്കേണ്ടതുണ്ട്. കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് വൈറ്റമിൻ ഡി ആവശ്യമാണ്. ത്വക്കിൽ സ്വാഭാവികമായി വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സൂര്യപ്രകാശം ഏൽക്കുന്നതിന് ഉതകുന്ന കളികളിൽ ഏർപ്പെടാം. മുട്ട, കൊഴുപ്പുള്ള മത്സ്യം, മത്തി, അയല എന്നിവ വൈറ്റമിൻ ഡിയുടെ നല്ല ഉറവിടങ്ങളാണ്. അസ്ഥി വികാസത്തിന് പ്രോട്ടീൻ അത്യാവശ്യമായതിനാൽ ഇറച്ചി, ബീൻസ്, പയർ തുടങ്ങിയവ ആഹാരത്തിൽ സമൃദ്ധമായി ഉൾപ്പെടുത്താം. പ്രായമാകുന്നതോടെ അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നത് എല്ലുകളെ കൂടുതൽ ദുർബലമാക്കുകയും ഒടിവുകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. അസ്ഥികളുടെ ശോഷണം തടയുന്നതിൽ പോഷകാഹാരത്തിന് നിർണായക പങ്കുണ്ട്. ഇപ്പോൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളായ പാലും പാലുൽപ്പന്നങ്ങളും തൈര്, വെണ്ണ, മത്സ്യങ്ങള്, ഇലക്കറികൾ തുടങ്ങിയവയൊക്കെ ധാരാളം കഴിച്ചാൽ നമുക്ക് കാൽസ്യത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്താം. അത് മാത്രമല്ല, കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് വൈറ്റമിൻ ഡിയും ആവശ്യമാണ്. ത്വക്കിൽ സ്വാഭാവികമായിട്ട് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സൂര്യപ്രകാശം ഏൽക്കുന്നതിന് ഉതകുന്ന കളികളിൽ ഏർപ്പെടാം. അല്ലെങ്കിൽ മുട്ട, കൊഴുപ്പുള്ള മത്സ്യങ്ങൾ, അതായത് മത്തി, അയല, ഇതൊക്കെ വൈറ്റമിൻ ഡിയുടെ നല്ല സോഴ്സുകളാണ് കേട്ടോ, ഉറവിടങ്ങളാണ്. അപ്പോ അസ്ഥിവികാസത്തിന് പ്രോട്ടീൻ അത്യാവശ്യമായതുകൊണ്ട് ഇറച്ചി, ബീൻസ്, പയർ തുടങ്ങിയവയും ആഹാരത്തിൽ ഉൾപ്പെടുത്താം. പ്രായമാകുന്നതോടെ അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നത് എല്ലുകളെ കൂടുതൽ ദുർബലമാക്കുകയും ഒടിവുകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. അസ്ഥിയുടെ ശോഷണം തടയുന്നതിന് പോഷകാഹാരത്തിന് നിർണായകമായ പങ്കുണ്ട്. അസ്ഥിയുടെ മറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? രക്തകോശങ്ങളുടെ രൂപീകരണം അല്ലെ, രക്തകോശങ്ങൾ രൂപീകരിക്കുന്നത്. പിന്നെ ശരീരചലനം സാധ്യമാക്കുന്നു. തലച്ചോറ്, ഹൃദയം, ശ്വാസകോശം, സുഷുമ്നാ നാഡി തുടങ്ങിയ സുപ്രധാനമായ അവയവങ്ങളെ അസ്ഥികളാണ് സംരക്ഷിക്കുന്നത്. ധാതുക്കളെ ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്തുകൊണ്ട് ശരീരത്തിന്റെ pH നിയന്ത്രിക്കാൻ അസ്ഥികൾ സഹായിക്കുന്നു.
ശരീരത്തിന് ഒരു ഘടനാപരമായ ചട്ടക്കൂട് നൽകുന്നു. അവയവങ്ങൾക്കും കലകൾക്കും പിന്തുണ നൽകുന്നു അല്ലെ, ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. അസ്ഥികൾക്ക് കാഠിന്യമേറിയ ലോഹങ്ങളും മറ്റു വിഷവസ്തുക്കളും സംഭരിക്കാനും അവ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാനും സാധിക്കും. അപ്പോ പേശികളും വ്യായാമവും. ചലനത്തിലൂടെ പേശീകോശങ്ങളുടെ സജീവത ഉറപ്പാക്കാം. വ്യായാമം പേശികളെ ദൃഢമാക്കുകയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. വ്യായാമം ശരീരത്തിന് ഏതൊക്കെ രീതിയിലാണ് പ്രയോജനപ്പെടുന്നത്? അപ്പോൾ വ്യായാമം ശരീരത്തിന് ഏതൊക്കെ രീതിയിലാണ് പ്രയോജനപ്പെടുത്തുന്നത്? ശ്വാസകോശങ്ങൾ, ശ്വാസകോശത്തിന് വൈറ്റൽ കപ്പാസിറ്റി കൂടും. നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി കൂടും, അതായത് വാതക വിനിമയം കാര്യക്ഷമമാകും അല്ലെ. കൈകാലുകളോ? പേശികളുടെ കരുത്തും വഴക്കവും കൂടുന്നു. പേശികൾ, അസ്ഥികൾ മുതലായവകൾ, അതായത് പേശികൾക്ക് ബലം കൂടുന്നു, അസ്ഥികൾക്ക് ബലം കൂടുന്നു. ഹൃദയവും രക്തക്കുഴലുകളും, ഹൃദയമിടിപ്പ് കൂടുന്നു, രക്തയോട്ടം മെച്ചപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വ്യായാമത്തിന്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത്. അപ്പോൾ അസ്ഥികളുടെയും പേശികളുടെയും തകരാറ്. വിശ്രമമില്ലാതെയുള്ള അമിതമായ പേശി പ്രവർത്തനം പേശികളെ ദോഷകരമായി ബാധിക്കും. പേശികളെ പോലെ അസ്ഥികൾക്കും പരിക്കുകൾ സംഭവിക്കാം. അതിനു മുന്നേ നമ്മൾ വൈറ്റൽ കപ്പാസിറ്റിയെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ. അതെന്താണ്? ഗാഠമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തമായി നിശ്വസിക്കുമ്പോൾ പുറത്തുവിടുന്ന വായുവിന്റെ ആകെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി. ഒരു വ്യക്തിക്ക് ശ്വസിക്കാൻ കഴിയുന്ന പരമാവധി വായുവിന്റെ അളവാണിത്. വ്യക്തിയുടെ ശ്വസനാരോഗ്യത്തിന്റെ അളവ് കൂടിയാണിത്. ഈ അളവ് പുരുഷന്മാരിൽ ഏകദേശം 4.5 ലിറ്ററും സ്ത്രീകളിൽ 3 ലിറ്ററുമാണ്. വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നത് ശ്വാസകോശ രോഗങ്ങളുടെ സൂചനയാകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അസ്ഥികളുടെയും പേശികളുടെയും തകരാറ്. അതിൽ അസ്ഥികളുടെ ഒരു രോഗത്തിനെ കുറിച്ച് പറയാണ്, ഓസ്റ്റിയോപോറോസിസ്. അസ്ഥിഭാഗങ്ങൾ നശിക്കുകയും സുഷിരങ്ങൾ രൂപപ്പെട്ട് അസ്ഥികളുടെ കാഠിന്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. പ്രോട്ടീൻ, കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയുടെ അഭാവം ഈ രോഗാവസ്ഥയ്ക്ക് ഇടയാക്കുന്നു. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്ന വ്യവസ്ഥ ചിലരിൽ തരുണാസ്ഥിയെയും സൈനോവിയൽ സ്തരത്തെയും നശിപ്പിച്ചേക്കാം. ഇത് സന്ധികളിൽ അസഹ്യമായ വേദനയും നീർവീക്കവും ഉണ്ടാക്കുന്നു. ഈ വൈകല്യം പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. പേശീക്ഷയം, മസ്കുലാർ ഡിസ്ട്രോഫി. പല കാരണങ്ങൾ കൊണ്ട് പേശികൾക്ക് നാശമുണ്ടാകുന്ന അവസ്ഥയാണ് പേശീക്ഷയം. പേശികൾ ദുർബലമാകുന്നു. സാധാരണയായി ആൺകുട്ടികളിലാണ് ഇത് കാണപ്പെടുന്നത്. ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഇതിന്റെ പ്രധാന കാരണം. അടുത്തതായി ഉളുക്കാണ്, സ്ട്രെയിൻ. സന്ധിയിലെ അസ്ഥികളെ ബന്ധിപ്പിക്കുന്ന ലിഗമെന്റുകൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരിക്കാണ് ഉളുക്ക്. ഇത് സാധാരണയായി കണങ്കാൽ, കൈത്തണ്ട, കാൽമുട്ട് തുടങ്ങിയവയിലെ സന്ധികളെയാണ് ബാധിക്കുന്നത്. വേദന, വീക്കം, ചതവ്, സന്ധി ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഡിസ്ക് തെറ്റൽ അഥവാ ഡിസ്ക് പ്രൊലാപ്സ്. ശരീരത്തിന് താങ്ങ് നൽകുന്നതിനോടൊപ്പം തന്നെ സുഷുമ്നയ്ക്ക് സംരക്ഷണവും നൽകുന്ന ഭാഗമാണ് നട്ടെല്ല് അഥവാ വെർട്ടിബ്രൽ കോളം. നട്ടെല്ലിലുള്ള ഓരോ അസ്ഥിയെയും കശേരു അഥവാ വെർട്ടിബ്ര എന്ന് വിളിക്കുന്നു. രണ്ട് കശേരുക്കൾക്കിടയിൽ ജെല്ല് പോലുള്ള വസ്തു നിറഞ്ഞ ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് എന്ന സവിശേഷ ഭാഗം കാണപ്പെടുന്നു. ഇവ നട്ടെല്ലിന് വഴക്കം നൽകുന്നതോടൊപ്പം ബാഹ്യക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു. കുനിയുക, നിവരുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമ്മെ പര്യാപ്തമാക്കുന്നത് ഇന്റർ വെർട്ടിബ്രൽ ഡിസ്കിന്റെ സാന്നിധ്യമാണ്. ശരീരഭാരത്തെ നട്ടെല്ലിൽ ഉടനീളം തുല്യമായി വിതരണം ചെയ്യുന്നതും ഈ ഡിസ്കുകളാണ്. കശേരുക്കളുടെ തേയ്മാനം, പെട്ടെന്നുള്ള ആഘാതം, നട്ടെല്ലിന് ആവർത്തിച്ചുണ്ടാകുന്ന ആയാസം എന്നിവ മൂലം ഇന്റർവെർട്ടിബ്രൽ ഡിസ്കിന്റെ ഉൾഭാഗത്തെ ജെല്ല് പോലെയുള്ള ഭാഗം പുറത്തേക്ക് തള്ളി വരും. ഈ അവസ്ഥയാണ് ഡിസ്ക് തെറ്റൽ. ഈ തള്ളൽ സുഷുമ്നാ നാഡികളിൽ സമ്മർദ്ദം ചെലുത്തുന്നതോടെ ശരീരഭാഗങ്ങളിൽ വേദനയും മരവിപ്പും ഉണ്ടാകും. ഇത് ഗുരുതരമായാൽ കഠിനമായ നടുവേദന, കാലുകളിൽ ബലക്കുറവ്, സംവേദനക്ഷമത നഷ്ടപ്പെടൽ എന്നിവയ്ക്ക് കാരണമാകും. അടിയന്തരമായി വൈദ്യസഹായം ആവശ്യമുള്ള ഒരു സാഹചര്യമാണിത്.
അസ്ഥികൾക്കും പേശികൾക്കും പരിക്കുണ്ടായാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷകൾ. അസ്ഥികൾക്കും പേശികൾക്കും പരിക്കുകൾ ഉണ്ടായാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെയാണ്? നമുക്കിവിടെ പല ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. സ്ലിങ്, സ്പ്ലിന്റ്, ബാൻഡേജ് തുടങ്ങിയവയാണ്. അപ്പോൾ എന്താണിത് സ്ലിങ്? സ്ലിങ് എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ കൈക്കോ തോളിനോ അല്ലെ കോളർ ബോണിനോ ഒക്കെ ഒരു ഇഞ്ചുറി പറ്റുവാണെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് അനക്കാതെ വെക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു എന്താണ് ഒരു സെറ്റപ്പാണ് ഈ സ്ലിങ് എന്ന് പറയുന്നത്. അതേപോലെ സ്പ്ലിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഒടിവ് സംഭവിച്ച ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു സ്ട്രെയിൻ ആയ ജോയിന്റ് ഉളുക്കൊക്കെ സംഭവിച്ചാൽ അവിടെ മൂവ്മെന്റ് പിന്നെയും അനക്കം സംഭവിക്കാതെ അതിനെ എന്തെങ്കിലും ഒരു പലകയോ ഒരു കമ്പോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള സാധനമോ മറ്റോ വെച്ച് കെട്ടി ആ അനക്കം തടയുകയാണ്. എന്തിനാണ്? മറ്റ് ഇഞ്ചുറികൾ പിന്നെയും ഇഞ്ചുറി ആവാതിരിക്കാൻ വേണ്ടി തടയാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് സ്പ്ലിന്റ്. പിന്നെ ബാൻഡേജ് എന്തിനാണ്? മുറിവ് അടയ്ക്കാൻ വേണ്ടി, കൺട്രോൾ ചെയ്യാൻ, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ബാൻഡേജ്. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. ഒടിവ്, സ്ഥാനഭ്രംശം, മുഴകൾ, അസ്ഥികളെ ബാധിക്കുന്ന മറ്റ് തകരാറ് എന്നിവയുടെ കൃത്യമായ നിർണയത്തിന് എക്സ്റേ സാങ്കേതികവിദ്യയാണ് ഉപയോഗിക്കുന്നത്. അൾട്രാസൗണ്ട് സ്കാൻ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അഥവാ MRI, കമ്പ്യൂട്ടർ ടോമോഗ്രഫി, CT എന്നിവയൊക്കെ വിവിധ രോഗനിർണയത്തിനുള്ള ആധുനിക സാങ്കേതികവിദ്യകളാണ്. ഈ മേഖല മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി MIT എന്ന് അറിയപ്പെടുന്നു. ആരോഗ്യ മേഖലയിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇമേജിംഗ് ടെക്നിക്കുകളുടെ പഠനം മികച്ച തൊഴിൽ സാധ്യതകളാണ് നൽകുന്നത്. ഫോസിലുകളിലൂടെയും അസ്ഥികൂടങ്ങളിലൂടെയും ജീവപരിണാമ പാത കാണാൻ പഠിക്കാം. നമുക്കറിയാം അല്ലേ, എല്ലുകളുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ഭാഗമാണ് നമ്മൾ ആർക്കിയോളജി ഒക്കെ അല്ലേ. നമ്മുടെ എവല്യൂഷൻ ഒക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. മ്യൂസിയത്തിന്റെ കവാടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചില്ലേ? ശരീരത്തിന്റെ ചട്ടക്കൂടിന്റെ വികാസം പരിണാമത്തെ മനസ്സിലാക്കാൻ പര്യാപ്തമാണോ എന്ന് നമുക്ക് വിശകലനം ചെയ്യാം. അസ്ഥികളും പരിണാമവും. ഇന്ന് കാണപ്പെടുന്ന ജീവികളെല്ലാം തന്നെ ക്രമാനുഗതമായി പരിണമിച്ചു വന്നതാണ്. ജെല്ലി ഫിഷ്, മണ്ണിര തുടങ്ങിയ ജീവികളിലെ ചലനത്തിന് ഹൈഡ്രോസ്കെൽറ്റനാണ് സഹായിക്കുന്നത്. ഈ ജീവികൾക്കൊപ്പം ക്രമേണ ബാഹ്യാസ്ഥികൂടമുള്ള ഞണ്ട്, കക്ക പോലുള്ള ജീവികൾ പ്രത്യക്ഷപ്പെട്ടു. പിൽക്കാലത്ത് ആന്തരാസ്ഥികൂടമുള്ള ജീവികൾ ഉരുത്തിരിഞ്ഞു. ആന്തരാസ്ഥികൂടം കൂടുതൽ വഴക്കവും ചലനശേഷിയും നൽകുകയും വലിപ്പമുള്ള ശരീരത്തെ താങ്ങി നിർത്തുകയും ചെയ്തു. ഇരുകാലിലുള്ള നടത്തം ആരംഭിച്ചത് മനുഷ്യപരിണാമത്തിലെ സുപ്രധാന നേട്ടമാണ്. ദീർഘദൂരങ്ങളിലേക്ക് സഞ്ചരിച്ച് ഉചിതമായ വാസസ്ഥാനം കണ്ടെത്തി മനുഷ്യവംശം വികസിക്കുന്നതിന് അസ്ഥിവ്യവസ്ഥയിലെ ഇത്തരം മാറ്റങ്ങൾ സഹായിച്ചു. അസ്ഥികളിൽ നിന്ന് ജീവചരിത്രം മനസ്സിലാക്കാൻ സാധിക്കും. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഭൂമിയിലെ ജീവന്റെ വൈവിധ്യം രൂപപ്പെട്ടതിനെ കുറിച്ച് സമഗ്രമായ വിശദീകരണം നൽകുന്ന ശാസ്ത്ര ശാഖയാണ് ജീവപരിണാമം. ജനിതകശാസ്ത്രം, ഭ്രൂണശാസ്ത്രം, പാലിയന്റോളജി അഥവാ ഫോസിൽ പഠനം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ധാരാളം തെളിവുകളിലൂടെയാണ് ജീവപരിണാമ ചിത്രം നിർമ്മിക്കുന്നത്. ഫോസിലുകളുടെ പഠനം ഭൂതകാലത്തിലേക്ക് വെളിച്ചം വീശുന്ന ഫലവത്തായ പഠനമാർഗമാണ്. ലളിതമായ ബാക്ടീരിയ മുതൽ സങ്കീർണ ഘടനയുള്ള ഡൈനോസറുകളും സസ്തനികളും ഉൾപ്പെടെയുള്ളവയുടെ ഫോസിലുകളുടെ പഠനം ജീവന്റെ ചലനാത്മക സ്വഭാവത്തിന്റെ കഥ പറയുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും പരിണാമപരമായ പരസ്പര ബന്ധത്തെ അനുമാനത്തിനോ ഊഹാപോഹത്തിനോ പകരം നിരീക്ഷണം, തെളിവുകൾ, ശാസ്ത്രീയ വിശകലനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായി വിശദീകരിക്കാൻ ഫോസിലുകൾ അടക്കമുള്ള പഠനം സഹായിക്കും. പ്രകൃതിയുടെ നിഗൂഢതകൾ അനാവരണം ചെയ്യുന്നതിൽ ശാസ്ത്രീയ അന്വേഷണത്തിന്റെ പ്രാധാന്യവും തെളിവുകളെ അടിസ്ഥാനമാക്കി നിഗമനങ്ങൾ രൂപപ്പെടുന്നതിൽ ശാസ്ത്രത്തിന്റെ പങ്കും തിരിച്ചറിയാൻ ജീവപരിണാമ പ്രക്രിയ സഹായിക്കും. പുരാതനമായ അസ്ഥികഷ്ണത്തിൽ നിന്ന് DNA വേർതിരിച്ചെടുത്ത് വിശകലനം ചെയ്യുന്നതിലൂടെ മനുഷ്യ പൂർവിക ജീവികളും ആധുനിക മനുഷ്യരും തമ്മിലുള്ള ജനിതക സാമ്യ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള നിർണായക കണ്ടെത്തലുകളാണ് സ്വാൻറ്റെ പാവോ എന്ന സ്വീഡിഷ് പരിണാമ ജനിതക ശാസ്ത്രജ്ഞൻ നടത്തിയത്. ഫോസിലുകളിൽ നിന്ന് DNA വീണ്ടെടുക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമുള്ള ആധുനിക സാങ്കേതിക വിദ്യകളിലൂടെയാണ് അദ്ദേഹം പാലിയോ ജിനോമിക്സ് എന്ന ശാസ്ത്രശാഖയ്ക്ക് അടിത്തറയിട്ടത്. വംശനാശം സംഭവിച്ച ഹോമിനിനുകളുടെ ജീനോമിനെ കുറിച്ചും മനുഷ്യ പരിണാമത്തെക്കുറിച്ചുമുള്ള നൂതന കണ്ടെത്തലിന് 2022 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. അപ്പോൾ സസ്യങ്ങളുടെ ചലനം ഇനി നമുക്ക് നോക്കാം. ജന്തുക്കളിൽ മാത്രമല്ല സസ്യങ്ങളിലും ചലനമുണ്ട്. ഉദ്ദീപനത്തിനനുസരിച്ചാണ് സസ്യചലനം നടക്കുന്നത്. ജീവജാലങ്ങളിൽ പ്രതികരണത്തിന് കാരണമാവുന്ന ആന്തരികമോ ബാഹ്യമോ ആയ പ്രേരണയാണ് ഉദ്ദീപനം.
പ്രകാശം, ജലം, ഭൂഗുരുത്വം, സ്പർശം, രാസവസ്തുക്കൾ മുതലായവ സസ്യചലനത്തിന് ഇടയാക്കുന്ന ഉദ്ദീപനങ്ങളാണ്. അപ്പൊ ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് അല്ലെ. ഇവിടെ ഒരു ചെടി ചുറ്റി പടർന്ന് കയറിയിരിക്കുകയാണ്. പിന്നെ ഒരു തൊട്ടാവാടി ചെടി നൽകിയിട്ടുണ്ട്. നമ്മൾ തൊടുമ്പോൾ വാടിപ്പോവും അല്ലെ. സന്ധ്യയാവുമ്പോഴും ചില ചെടികളിലെ ഇലകൾ ഇങ്ങനെ കൂമ്പി നിൽക്കും, വാടി നിൽക്കും. അടുത്ത ദിവസം പ്രകാശം വരുമ്പോഴാണ് പിന്നെയും വിടരുന്നത്. പിന്നെ പ്രകാശത്തിനടുത്തേക്ക് വളർന്നു പോകുന്നു ഒരു ചെടിച്ചട്ടിയിൽ നിന്ന് ഒരു ചെടി. അപ്പോൾ സസ്യചലനം എന്ന് പറയുമ്പോൾ ട്രോപ്പിക ചലനവും നാസ്തിക ചലനവുമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. ട്രോപ്പിക ചലനം ഉദ്ദീപന ദിശയ്ക്ക് അനുസരിച്ചുള്ള ചലനമാണ്. നാസ്തിക ചലനമോ ഉദ്ദീപന ദിശയ്ക്ക് അനുസരിച്ചല്ലാതെയുള്ള ചലനമാണ്. അപ്പോൾ പ്രകാശ ട്രോപ്പിക ചലനം പ്രകാശത്തിന്റെ നേർക്ക് ചലിക്കുന്നു. നമ്മുടെ ഇലകള്, തണ്ട് ഭാഗമൊക്കെ പ്രകാശത്തിന് നേർക്ക് വളർന്നു പോകുന്നതാണ് പ്രകാശ ട്രോപ്പിക ചലനം. പിന്നെന്താണ് ഭൂഗുരുത്വ ട്രോപ്പിക ചലനം? അവിടെ വേരുകള് ഭൂമിയുടെ ഗുരുത്വ ആകർഷണം അല്ലെ, ആ ഒരു ഡയറക്ഷനിലോട്ട് തന്നെ വേരുകൾ വളരുന്നു. അതേസമയം കാണ്ഡവും ഇലകളും എല്ലാം അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് വളരുന്നത്. ജല ട്രോപ്പിക ചലനം, ഇവിടെയും എന്താണ് സംഭവിക്കുന്നത്? വേരുകൾ ജലത്തിന്റെ അടുത്തേക്ക് പോകുന്നു, പോസിറ്റീവായിട്ട് പോവുക അല്ലെ. പിന്നെന്താണ്? നമ്മുടെ കാണ്ഡവും ഇലകളും എല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. നമ്മുടെ പ്രകാശ ട്രോപ്പിക ചലനത്തിലും കാണ്ഡവും ഇലകളും പ്രകാശത്തിന്റെ നേർക്കും വേരുകൾ അതിന്റെ ഓപ്പോസിറ്റുമാണ് പോകുന്നത് അല്ലെ. പിന്നെ എന്താണ്? സ്പർശ ട്രോപ്പിക ചലനം. നമ്മുടെ പാവൽ ചെടികള് അല്ലെ, ഈ വള്ളിച്ചെടികളൊക്കെ കാണുന്നതല്ലേ, ഈ പിന്നെന്താണ് കോവല്, ഇതിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കയറാൻ ടെൻഡ്രിൽസ് എന്ന് പറയും അല്ലെ. ഇങ്ങനെ സ്പ്രിങ് പോലിരിക്കും, അത് വെച്ചിട്ട് തൊട്ട് അവിടെ കയറി ചുറ്റി പിടിച്ച് അങ്ങ് വളർന്നു പോകും. അതാണ് സ്പർശ ട്രോപ്പിക ചലനം. പിന്നെ രാസ ട്രോപ്പിക ചലനം എവിടെയാണ് കാണുന്നത്? നമ്മുടെ സസ്യങ്ങള് പ്രജനന സമയത്ത് ഈ ഓവിയൂളിലേക്ക് ആന്തർ ഗ്രെയിൻസ് നമ്മുടെ ഓവിയൂളിലേക്ക് പ്രവേശിക്കുന്നത്, ഇതൊക്കെ രാസ ട്രോപ്പിക ചലനത്തിന്റെ ഉദാഹരണങ്ങളാണ്. തൊട്ടാവാടി ചെടിയിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അല്ലെ, തൊട്ടാവാടി വാടി പോകുന്നു, അവിടുത്തെ ജലം ഇറങ്ങി പോവുകയാണ്. അപ്പൊ അത് ഒരു നാസ്തിക ചലനമാണ്. മറ്റ് നാസ്തിക ചലനങ്ങൾ എന്താണ്? സസ്യങ്ങളുടെ പൂക്കൾ വിരിയുന്നതും കൂമ്പുന്നതും ഒക്കെ ഒരു നാസ്തിക ചലനമാണ്. സൂര്യകാന്തി പൂവ് സൂര്യപ്രകാശത്തിനനുസരിച്ച് തിരിയുന്നത് അതും നാസ്തിക ചലനമാണ്, വളരുന്നതല്ലല്ലോ. അപ്പോൾ കോശങ്ങളിലെ തന്മാത്രാ ചലനം മുതൽ ജീവികളിലെ വൈവിധ്യമാർന്ന ചലനങ്ങൾ വരെ ജീവികളുടെ നിലനിൽപ്പിനുള്ള അനുകൂലമാണ്. ഇവയെക്കുറിച്ചുള്ള അറിവ് ജീവലോകത്തെ ചലന വൈവിധ്യങ്ങളുടെ അത്ഭുതത്തെ അനാവരണം ചെയ്യുക മാത്രമല്ല, ജീവന്റെ പരിണാമത്തെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകുകയും ചെയ്യുന്നു. പരിണാമ പ്രക്രിയ മാറിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളോട് പൊരുത്തപ്പെടാൻ ജീവിവർഗങ്ങളെ സഹായിക്കുന്നു. നിരന്തരം ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ നേരിടുന്നതിന് സമൂഹവും പരിവർത്തനാത്മക ചലനങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട്. നിലനിൽപ്പിനും പുരോഗതിക്കും കൂടുതൽ നീതിയുക്തമായ ലോകത്തെ പിന്തുടരാനും ഈ ചലനങ്ങൾ സഹായിക്കുന്നു. അങ്ങനെ ഈ ചാപ്റ്റർ നമ്മുടെ അവസാനിച്ചിരിക്കുകയാണ്.